നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ ഇന്ന് നോക്കാൻ പോകുന്നത് അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ടാരോ ക്ലാസ് ഞാനൊരു സെപ്പറേറ്റ് ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ബാച്ച് ഓൾറെഡി സ്റ്റാർട്ടായി, കുറച്ച് പേര് പിന്നീട് വന്നപ്പോൾ ഞാനത് അതിലേക്ക് ചേർക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അപ്പോഴേക്കും അവിടെ കുറച്ച് മുന്നോട്ട് പോയി. സോ ഞാൻ വിചാരിച്ചു സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ബാച്ച് ആക്കാമെന്ന്. അത് ഞാനൊരു അടുത്ത ആഴ്ചയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ അപ്രോച്ച് ചെയ്യാം. സോ ആ സെക്കൻഡ് ബാച്ചിലേക്ക് കൂടി ഞാൻ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഞാൻ ഇനി കുറച്ച് സമയത്തേക്ക് എടുക്കില്ല. വേറെ പുതിയ ബാച്ചസ് ആയിട്ട് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യില്ല. കാരണം ഈ രണ്ട് ബാച്ചും ഒന്ന് കൊണ്ടുപോകാൻ തന്നെ കുറച്ച് സമയം എടുക്കും. ഓക്കെ, സോ പിന്നെ ഞാൻ പേഴ്സണൽ റീഡിംഗ് ആക്കി ഇപ്പോൾ നവംബറിൽ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കും. അയ്യോ, പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉറപ്പില്ല, എനിക്ക് പറയാൻ പറ്റില്ല. ഇനി നോക്കട്ടെ. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ പിന്നീട് ഞാൻ ഈ ചിലപ്പോൾ വേറെ ബാച്ചിന് ഇപ്പോൾ അടുത്ത് ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇപ്പോൾ ഈ ഒരു 1 വീക്ക് കൂടി ഞാൻ ടൈം തരാം. 1 വീക്ക് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ടൈം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ബൈ എൻഡ് ഓഫ് ഇതിപ്പോൾ എത്രയായി, ഇനി അടുത്ത ആഴ്ച 20 സംതിങ് ഒക്കെ അല്ലേ. ഓക്കെ, ദിവാലി കഴിഞ്ഞ ഉടനെ, ദീപാവലിയൊക്കെ വരും. അത് കഴിഞ്ഞ ഉടനെ ഞാൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും, സെക്കൻഡ് ബാച്ചും. സോ അതും അങ്ങോട്ട് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൽ അങ്ങനെ ആഡ് ചെയ്യില്ല. കാരണം ഓൾറെഡി ഞാൻ നോട്ട്സും കാര്യങ്ങളും കൊടുത്തു തുടങ്ങുമ്പോൾ പിന്നെ അത് നിങ്ങൾ പിന്നീട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അത് അയച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മീൻസ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തനിച്ച് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അയച്ചാലും നിങ്ങൾക്കും മറ്റുള്ളവരെ കൂടെ പഠിക്കുന്ന പോലെ വരില്ല അല്ലേ. ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഉണ്ടാവും വേറെയും. സോ എനിവേ, താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഒരു 1 വീക്ക് കൂടി ഞാൻ ടൈം തരാം. ഇപ്പോഴത്തെ സെക്കൻഡ് ബാച്ചിൽ അധികം ആൾക്കാരായിട്ടില്ല. സോ അതുകൊണ്ട് മാത്രമല്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പലർക്കും ജോയിൻ ചെയ്യണമെങ്കിൽ ചെയ്തോളൂ എന്ന് പറയുകയാണ്. അത്രയേ ഉള്ളൂ. സോ ഇൻഫർമേഷൻ വേണമെങ്കിൽ വരാം. ടാരോ ക്ലാസ്സിന് മാത്രം കേട്ടോ, പേഴ്സണൽ റീഡിങ്സ് ഇപ്പം ഇല്ല. ഓക്കെ, സോ അതൊരു ഇൻഫർമേഷൻ. ഓക്കെ, നമുക്ക് റീഡിംഗ് എന്ന് എടുക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് അവരോട് എത്രത്തോളം നിങ്ങളെ അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആൻഡ് അവരും നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നെടുക്കാം. ഓക്കെ, ഐ തിങ്ക് എനിക്ക് ആദ്യം അറിയേണ്ടത് നിങ്ങളുടെ ഫീലിങ്സ് അവർ മനസ്സിലാക്കുന്നുണ്ടോ, അവർ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ സ്നേഹത്തിനെക്കുറിച്ച് അവർക്ക് എന്താ തോന്നുന്നത്, നമുക്ക് അങ്ങനെ ഒന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന രീതിക്ക് നമുക്കൊന്ന് നോക്കാം. മീൻസ് അവർ സീരിയസ് ആയി എടുക്കുന്നുണ്ടോ, അവർ മനസ്സിലാവുന്നുണ്ടോ. Okay, 6 of Wands. Wow. Okay. 9 of Coins. Chariot. നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, വാവ്, ബ്യൂട്ടിഫുൾ കാർഡ്സ്. ഓക്കെ, അവർക്ക് ആക്ച്വലി നന്നായിട്ട് അറിയാം എന്നിട്ട് നിങ്ങൾ അവരെ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ശരിക്കും അവർക്കൊരു ഫീലിംഗ് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത് അവർക്ക് ശരിക്കും ഒരു ജയിച്ച ഫീലിംഗ് ആണ്. എന്തോ അവർ നേടി എന്ന് പറയില്ലേ, നിങ്ങളുടെ കണ്ണിൽ അവർക്കറിയാം നിങ്ങൾ എത്രത്തോളം അവരെ വാല്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം അവരെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് ശരിക്കും നിങ്ങളുടെ കൂടെ നിങ്ങളപ്പോൾ ഒരു ആക്ച്വലി നിങ്ങളെ കാണുന്നതും അവർക്ക് ഒരുപാട് വാല്യൂ ഉണ്ട്. അതൊരു കാര്യം. നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്. നിങ്ങൾ വളരെ സ്വന്തം കാര്യങ്ങൾ നിങ്ങൾ അവരുടെ മുമ്പിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഇതായിരിക്കാമില്ല, എന്താ പറയുക, സോഫ്റ്റായി പോകുന്നുണ്ടാവാം, ഇമോഷണൽ ആയിരിക്കാം, അതൊക്കെ ഉണ്ടാവും. പക്ഷേ എവിടെയോ നിങ്ങളുടെ ചില കഴിവുകൾ, നിങ്ങളുടെ പലതും നിങ്ങൾ ചെയ്യുന്നത് എല്ലാം അവർക്ക് വളരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ അവർ അഡ്മയർ ചെയ്യുന്നുണ്ട് നിങ്ങളെ എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അഡ്മയറിങ് ഉണ്ട്. യെസ്, അവർ നിങ്ങളെ അഡ്മയർ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല, അവർ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ അവർക്കൊരു ഫീലിംഗ് ആണ് ദറ്റ് എന്തോ നേടി എന്ന് പറയില്ലേ, ആ രീതിക്കുള്ള ഒരു ഫീലിംഗ് ഉണ്ട് അവർക്ക്. അവർ ജയിച്ച ഒരു ഫീലിംഗ് ആണ്. അവരുടെ ലൈഫിൽ വലുതെന്തോ നേടി എന്ന രീതിക്ക് അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അവരുടെ മുമ്പിൽ നിങ്ങൾ ഇമോഷൻസ് ഒക്കെ ആയിരിക്കും, ഇല്ല എന്നല്ല. പക്ഷേ നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പലതും നിങ്ങൾ സ്വയം ഡീൽ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് കഴിവുണ്ടാവും. ജോലിയിൽ ചിലപ്പോൾ നന്നായിട്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അതുമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ എന്ത് തന്നെയായാലും നിങ്ങളുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്യാരക്ടർ ഉണ്ട്. അതായത് നിങ്ങളുടെ ഒരു നേച്ചർ വെച്ചിട്ട് നിങ്ങൾ ആരെയും അധികം അങ്ങനെ വേറെ കാര്യങ്ങൾക്ക് കേട്ടോ, ഇവരോടുള്ളതല്ല ഞാൻ പറയുന്നത്, ഇവരോട് ഇമോഷൻസിന് വേണ്ടി നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അധികം ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് പലതും ചെയ്യാൻ സാധിക്കും എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. അവർ അങ്ങനെയൊക്കെയാണ് കാണുന്നത് നിങ്ങളെ. ഓക്കെ, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ ഒരുപാട്. ആൻഡ് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് അവർക്ക് വളരെ എന്താ പറയുക, അവർക്ക് തോന്നാറുണ്ട് എങ്ങനെയാണ് ഇവരിങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നത്, എങ്ങനെയാണ് ഇവരിങ്ങനെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അത്രയും അഡ്മിറേഷനാണ് എനിക്ക് കാണുന്നത്. അവർക്ക് നിങ്ങളെ ശരിക്കും ഒരു
റെസ്പെക്റ്റ് ആയാലും ശരി, റെസ്പെക്റ്റ് അല്ല ശരിക്കും അഡ്മിറേഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഒരാൾ ജയിച്ച് വരുമ്പോൾ, ഒരാളിങ്ങനെ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അവരെ ഒരു അഭിമാനത്തോടെ, നിങ്ങളെ അഭിമാനത്തോടെയാണ് കാണുന്നത് അത് അവരുടെയാണ് നിങ്ങൾ എന്ന രീതിക്ക് അവർക്കൊരു അഭിമാനം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒന്നിച്ചാണോ അല്ലേ മാരീഡ് ആണോ അതൊന്നും അല്ല മാറ്റർ ഇവിടെ. പക്ഷെ നമ്മൾ പറയില്ലേ ഒരു എൻ്റെ സ്വന്തം എന്ന് പറയില്ലേ, ആ രീതിക്ക് അവർ കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് അവർക്ക് അവർക്ക് തോന്നാറുണ്ട്. നിങ്ങൾ പെട്ടെന്ന് തീരുമാനം എടുക്കുമായിരിക്കും. ഓക്കെ, കാര്യങ്ങൾ ചെയ്യാനുള്ള ബോൾഡ്നെസ് ഉണ്ടാവും നിങ്ങൾക്ക്, കോൺഫിഡൻസ് ഉണ്ടാവും നിങ്ങൾക്ക്. സോ അതൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ കാരണം അവരെ കൂടെ നിങ്ങൾ അത്രയും നിൽക്കുന്നുണ്ടാവും കേട്ടോ. അതുകൊണ്ട് കൂടിയിട്ടാണ് നിങ്ങൾ അവരെ കൂടെ നിൽക്കുന്നുണ്ട്, അവരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, അവരെ മുന്നോട്ട് പോകാൻ, ലൈഫിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടാവാം. അവർ ഓരോ കാര്യത്തിനും നിങ്ങൾ അവരെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം, പലതരത്തിലും കേട്ടോ. മേ ബി ഫൈനാൻഷ്യലി കൂടി ഉണ്ടാവാം. ഫൈനാൻഷ്യലി കുറച്ച് പേര് നിങ്ങൾ അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവാം, അവർ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടാവാം. എന്ന് മാത്രമല്ല, ആക്ച്വലി അവർ നിങ്ങളെ ഒരു ഫാമിലി പോലെ തന്നെയാണ് കാണുന്നത്. അവർ കരുതുന്നത് നിങ്ങൾ ശരിക്കും, ആക്ച്വലി ഇതും ഒരു മാരേജ് കാർഡാണ്, ഇതും മാരേജ് കാർഡാണ്. നിങ്ങൾ ശരിക്കും ഒരു ഫാമിലി ആയിട്ട് അവർ കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ കൂടെ ശരിക്കും ഒരു മാരേജ് ചെയ്ത് നമ്മൾ ഒന്നിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എന്നവർക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. അങ്ങനെ തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത്, ഫാമിലി പോലെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ലവേഴ്സ് എനർജിയും ഉണ്ട്. സോ യെസ്, തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് ഒരുപാട് പാഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, ഇമോഷൻസ് ഉണ്ട്. ശരിക്കും നിങ്ങളുടെ സ്നേഹം അവർ തിരിച്ചറിയുന്നുണ്ട്. അവർക്കും അതുപോലെ ഫീലിങ്സ് ഉണ്ട് അവരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും. ഓക്കെ, ആൻഡ് നിങ്ങൾ അവരോട് വളരെ കമ്മിറ്റഡ് ആണ്, നിങ്ങൾ വളരെയധികം കമ്മിറ്റഡ് ആയിട്ടാണ് എന്ന് അവർക്കറിയാം. ഓക്കെ, നമുക്ക് നോക്കാം. 3 of Wands. അവർക്ക് നിങ്ങളെക്കുറിച്ച് എന്താ തോന്നുന്നത് എന്ന രീതിക്കാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. സ്ട്രെങ്ത്, 9 of Cups, 8 of Wands ആൻഡ് വാവ്. എല്ലാം വളരെ നല്ല കാർഡ്സ് ആണ്. ഓക്കെ, ശരി, വളരെ നല്ലതെന്ന് പറഞ്ഞു ലേശം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ വേണം, ഫ്യൂച്ചർ പ്ലാനിങ് അവരുടെ മനസ്സിലുണ്ട്. ഒരുപാട് ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ അവർ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വേണം, ഇങ്ങനെ വേണം, നമ്മൾ ഒന്നിച്ച് വേണം, ഫാമിലി ആയിട്ട് വേണം, മാരേജ് വേണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ സാധിച്ചിരുന്നെങ്കിൽ എന്ന് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്. 9 of Cups ഉണ്ട്. സോ വിഷ് എന്ന രീതിക്ക് പറയാം, അവർക്ക് ആഗ്രഹങ്ങളുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങളുമായിട്ട് ശരിക്കും ഒരു യൂണിയൻ വേണം, അത്രത്തോളം അവരുടെ ഒരു ആഗ്രഹ സഫലമാവുക എന്ന് പറയില്ലേ, ആ രീതിക്ക് തന്നെയാണ് അവർ കാണുന്നത്. സ്ട്രെങ്ത്, നിങ്ങൾ തമ്മിലുള്ള ബോണ്ട്, സോൾമേറ്റ് ബോണ്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള അവർക്കറിയാം എന്ത് തന്നെ ചെയ്താലും നിങ്ങൾ എവിടെയും വിട്ടുപോയില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ അകൽച്ചയൊക്കെ വരുന്നുണ്ടാകും, ബട്ട് വീണ്ടും നിങ്ങൾ ഒന്നിക്കും. സോ അവർക്ക് അറിയാം ദാറ്റ് ഒരു പുൾ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളോട്. ഓക്കെ, നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യുന്നു എന്ന് വരെ അവർക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് നമ്മൾ സ്നേഹം കൊണ്ട് കേട്ടോ, അല്ലാതെ ഇതായിട്ടല്ല പറയുന്നത്. നിങ്ങൾ അവരെ സ്നേഹം കൊണ്ട് നിങ്ങൾ അവരെ ജയിക്കുന്ന രീതിയിലാണ് അവർക്ക് തോന്നാറ്. നിങ്ങൾക്കൊരു സ്നേഹം കൊണ്ട് അവരെ നിങ്ങൾ തോൽപ്പിച്ചു എന്ന് തന്നെ പറയാം. ഓക്കെ, പക്ഷെ അതൊന്നും അവർ നിങ്ങളുടെ മുമ്പിൽ കാണിക്കില്ല ചിലപ്പോൾ. ഓക്കെ, ഈഗോ ഒക്കെ കാണിക്കും, അത് വേറെ. പക്ഷേ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കറിയാം ദാറ്റ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം, ഒരു ബോണ്ട് വളരെ സ്ട്രോങ് ബോണ്ടാണ് എന്നുള്ളത് അവർക്കറിയാം. ആൻഡ് ഇവിടെ ആഗ്രഹം ഞാൻ പറഞ്ഞു, നിങ്ങൾ ശരിക്കും അവർക്കൊരു വിഷ് വെക്കാൻ പറ്റുവാണെങ്കിൽ, ദാറ്റ് നമ്മൾ ലൈഫിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ യെസ്, അവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ്റെ കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, നിങ്ങളോട് ഇതൊന്നും മേ ബി പക്ഷെ തുറന്ന് പറയുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇവിടെ 10 of Wands ആൻഡ് 7 of Wands വന്നിട്ടുണ്ട്. അവർ ഉള്ളിൽ ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, Knight of Cups ആണ്. Knight of Cups എനർജി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ജെനുവിൻ ആയിട്ടൊരു ഇഷ്ടം, സ്നേഹം, ഫീലിങ്സ് എന്ന രീതിക്കാണ് എടുക്കുക. പക്ഷേ അവരത് തുറന്ന് പറയുന്നില്ല, കാരണം അവർക്കൊരു ബേർഡൻ കാണുന്നുണ്ട്. ഓക്കെ, ഒരു ബേർഡൻ ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. അവർ കുറച്ച് ഡിഫെൻസീവ് ആണ്. നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ പറഞ്ഞില്ലേ ഞാൻ, അവരെ ഉള്ളിൽ മേ ബി ഒരു സിംഹമാണ് അവരെന്ന് വിചാരിക്കുക. മറ്റുള്ളവർക്ക് മുമ്പിൽ അവരൊരു സിംഹം പോലെയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഓക്കെ, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളുടെ മുമ്പിൽ ശരിക്കും സോഫ്റ്റാണ്, പക്ഷെ അത് കാണിക്കില്ല. അത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, മറയ്ക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, അവർ ഡിഫെൻസീവായിട്ട് നിൽക്കും നിങ്ങളുടെ അടുത്ത്, നിങ്ങളോട് തുറന്നു പറയാതെ, കാര്യങ്ങൾ പറയാതെയൊക്കെ നിൽക്കും. ആൻഡ് പക്ഷെ ഒരു ഭാരം ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് തിരിച്ച് അതുപോലെ തരാൻ സാധിക്കുന്നില്ല എന്നുള്ള ഭാരമായിരിക്കാം, ഒരു വിഷമം അവരുടെ ഉള്ളിലുണ്ട്. ദാറ്റ് നമ്മൾ പറയില്ലേ, മേ ബി അല്ലെങ്കിൽ അവരുടെ മേലെ വേറെ ബേർഡൻസ് ഉണ്ടാവാം, അവരുടെ മേലെ പല ബാധ്യതകളും ഉണ്ടാവാം, അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട് ഉണ്ടാവാം. സോ മേ ബി ഈ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ തന്നെ തുറന്ന് കാണിക്കാൻ പറ്റില്ല എന്ന രീതിക്കായിരിക്കാം ആക്ച്വലി. വേറെന്താ നോക്കേണ്ടതാണ്, പെട്ടെന്ന് ഇതായിപ്പോയി. നിങ്ങളുടെ സ്നേഹമൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് തിരിച്ച് അവർക്കും വേണം എന്നും ആഗ്രഹമുണ്ട്, രണ്ടും കാണുന്നുണ്ട്. നമുക്ക് അവരുടെ ഭാഗത്ത് അവരെന്തെങ്കിലും ആക്ഷനായിട്ട് എന്തെങ്കിലും കാണുമോ നമുക്ക് നോക്കാം.
അവരുടെ ഭാഗത്തുനിന്ന് എന്തായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക നോക്കാം. ഓക്കെ, ലാസ്റ്റ് ടൈം. ഓക്കെ, 6 of swords, 8 of coins. അവർക്ക് എന്താണ് ഇതിൽ? ഓ വാവ്, ബ്യൂട്ടിഫുൾ, വെരി നൈസ്. 10 of coins, 7 of coins. ഓക്കെ, ഇവിടെ ആക്ച്വലി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നത് മുന്നോട്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ്, നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെല്ലാം സോൾവ് ചെയ്ത് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് മുന്നോട്ട് ശാന്തമായിട്ട് ഒരു സിറ്റുവേഷൻ വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇത് നിർത്തേ ഉണ്ടായിരുന്നു ബോട്ടം, വീണ്ടും ഞാൻ എത്ര ഷഫിൾ ചെയ്തിട്ടും വീണ്ടും വന്നിട്ടുണ്ട്. സോ കാണിക്കാതെ നിർത്തിയില്ല. 2 of cups ആണ്. ഓക്കെ, സോ യെസ്, അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് സ്നേഹം, ആ സോൾമേറ്റ് ബോണ്ട് ഞാൻ 2 തവണ പറഞ്ഞു കഴിഞ്ഞു. സോ യെസ്, അവർക്ക് സോൾമേറ്റ് ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. ആക്ച്വലി ഇതും പാസ്റ്റ് ലൈഫിനെ കുറിച്ച് നമ്മൾ പറയും. സോ പാസ്റ്റ് ലൈഫിൻ്റെ ഒരു കണക്ഷൻ ആണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പീസ്ഫുൾ ആയിട്ട് വേണം എന്നും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കാണിക്കുന്നത് ഒരല്പം കിങ് ഓഫ് സോർഡ്സ് എനർജിയാണ്. ശരിക്കും നിങ്ങളോട് ട്രൂത്ത്ഫുൾ ആയിട്ട്, ഫെയ്ത്ത്ഫുൾ ആയിട്ട് എല്ലാം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പക്ഷെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കും. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണം, അതായത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പറയണം, നിങ്ങളുടെ കൂടെ ഉണ്ടാവണം, സമയം തരണം, എല്ലാം എന്താണോ വേണ്ടത് ഒക്കെ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ചെയ്യുകയും ചെയ്യും. ആക്ച്വലി 8 of coins ഒക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യമാണ് പറയുക. മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. ഈ റിലേഷൻഷിപ്പിനെ കുറച്ചുകൂടി ശാന്തമാക്കിയിട്ട് കുറച്ചുകൂടി നമ്മളിപ്പം തമ്മിലൊരു കോംപ്രമൈസിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. അവരുള്ളിൽ ഫീലിങ്സ് അത്രയുണ്ട്. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഫീലിങ്സ് ഉണ്ട്. പക്ഷേ അഗെയിൻ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ തുറന്ന് ഓപ്പണായിട്ട് പറയൽ കുറച്ച് കുറവാണ്. അവിടെയാണ് പ്രശ്നം വരിക. പക്ഷേ അഗെയിൻ ഇവിടെ നിങ്ങളെ കാണുന്നത് വീണ്ടും 10 of cupsഉം 10 of coinsഉം വന്നു. ഓക്കെ, നിങ്ങളെ ശരിക്കും ഒരു ഫാമിലി നിങ്ങളുമായിട്ട് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പറ്റുന്നവർക്ക്, നിങ്ങൾക്ക് സാധിക്കുന്നവർക്ക്, സിംഗിൾസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു മാരേജ് എന്ന രീതിക്ക് ചാൻസസ് ഉണ്ട്. പക്ഷെ ഒരു അല്പം സ്ലോനെസ് ഉണ്ട് വീണ്ടും ഇവിടെ. ഓക്കെ, 7 of coinsഉം ഉണ്ട്, 7 of wands നേരത്തെ വന്നു. ഒരല്പം പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു സ്ലോ ആയിട്ടുള്ള മൂവ്മെൻറ്റേ കാണുള്ളൂ. പെട്ടെന്ന് അങ്ങനെ എൻ്റെ ആളുടെ ഭാഗത്ത് നിന്ന് ഒരു ചേഞ്ച് നിങ്ങൾ കാണില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ അഡ്വൈസ് തരാം. ഇപ്പോൾ നോക്കട്ടെ, നമുക്ക് മെസ്സേജസ് നോക്കാം. എനിവേ ഇവിടെ നിങ്ങളുടെ സ്നേഹം യെസ് അവർ തിരിച്ചറിയുന്നുണ്ട്. അവർക്കും അതേപോലെ തന്നെ ഉണ്ട്. പക്ഷെ സാഹചര്യങ്ങളും കാര്യങ്ങളും കൊണ്ട് പലതും അവർ തുറന്ന് പറയുന്നില്ല, മറയ്ക്കുന്നു എന്ന രീതിയിലൊക്കെയാണ്. ആക്ഷൻ കാണും നിങ്ങൾ അതിൽ, അവരുടെ ഭാഗത്തു നിന്നുള്ള ചില എഫേർട്സ് കാണും. നിങ്ങൾ മുന്നോട്ട് അവർ പീസ്ഫുൾ ആയിട്ട് കുറച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കും. ഓക്കെ, നോക്കാം വേറെന്താ അവർ പറയുന്നത് നോക്കാം നമുക്ക്. മെസ്സേജസ് യെസ്, ഓക്കെ. ക്യാൻ യു അറ്റ്ലീസ്റ്റ് ലിസൺ ടു മീ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു വഴക്കോ തർക്കമോ വന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിവിടെ കിങ് ഓഫ് സോർട്സ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ മുമ്പിൽ ഒരല്പം സ്ട്രിക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ടാവും. ദേഷ്യത്തിലോ വഴക്ക് പോലെയോ ഒക്കെ കാണിക്കുന്നുണ്ടാവാം. ഐ തിങ്ക് നിങ്ങൾ തമ്മിലൊരു ചെറിയ ക്ലാഷ് വന്നിട്ടുണ്ടാവും പാസ്റ്റിൽ. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ കേൾക്കുമോ, സംസാരിക്കാൻ അവർക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സോ മേ ബി അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും നിങ്ങളോട്. ഓക്കെ, എനിവേ ഇവിടെ ഐ ഹവ് ബീൻ ഗിവിങ് യു ലവ്, ഡിവോഷൻ ആൻഡ് റിസീവ് നത്തിങ് ബട്ട് ക്രിറ്റിസിസം ആൻഡ് പെയിൻ എന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ പറഞ്ഞ കാര്യമായിരിക്കാം. ഓക്കെ, അതായത് നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് സ്നേഹം കൊടുത്തു, നിങ്ങൾ അങ്ങോട്ട് കെയർ ചെയ്തു, എല്ലാം ചെയ്തു, പക്ഷെ എനിക്ക് തിരിച്ചൊന്നും കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവാം. നിങ്ങളങ്ങനെ വലുതും അവരോട് പറഞ്ഞു കാണാം. ഓക്കെ, if I ever put off my mask, will you accept another real me? Will you accept the real me എന്നാണ് ചോദിക്കുന്നത്. ആൻഡ് I don't deserve you എന്നുമുണ്ട്. പക്ഷേ ഈ 2-3 ഒരു മാച്ച് കാണുന്നു. അതുകൊണ്ട് മേ ബി ഐ എം വെയറിങ് എ മാസ്ക് ഇൻ അവർ റിലേഷൻഷിപ്പ് ടു മേക്ക് ദിസ് ലുക്ക് മോർ പെർഫെക്റ്റ്. ആൻഡ് ഇതും ഒരു മാസ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിലും മാസ്ക് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു റിയൽ സെൽഫ് അല്ല അവർ കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ കിങ് ഓഫ് കപ്സ് എനർജി ഞാൻ പറഞ്ഞു. കിങ് ഓഫ് കപ്സ് പറയുമ്പോൾ വളരെയധികം ഫീലിങ്സ് ആണ്. ഓക്കെ, പക്ഷേ ഫീലിങ്സ് അവർ മറിച്ചിട്ട് ഇപ്പോൾ അവർ കാണിക്കുന്നത് മേ ബി അവർ വളരെയധികം സ്ട്രോങ് ആണ്, വളരെ സ്ട്രിക്റ്റ് ആണ് എന്ന രീതിക്കൊക്കെ ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവാം. അത് മാത്രമല്ല ആക്ച്വലി അവർക്കൊരു പേടി എന്താണെന്ന് വെച്ചാൽ ദേ ഡോണ്ട് ഡിസേർവ് യു എന്നുള്ളതാണ് അവരുടെ ഉള്ളിൽ. എവിടെയോ അവർ നിങ്ങളെ ഒരു ഹൈ സ്റ്റാൻഡേർഡിലേക്ക് വെക്കുന്നുണ്ട്. അതും ആവാം. ഓക്കെ, ഞാൻ പറഞ്ഞു നിങ്ങളെ അഡ്മയർ ചെയ്യുന്നു, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണുന്നു, നിങ്ങളെ ശരിക്കും അവർക്കൊരു തോന്നുന്നത് എവിടെയോ നിങ്ങൾ ഏതോ ഒരു പൊസിഷനിലാണ്, അവർ പോരാ എന്നാണ് തോന്നുന്നത്. അതിപ്പോൾ പണത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ ഫാമിലിയുടെ അങ്ങനെയൊന്നും അല്ല. ഓക്കെ, മേ ബി നമ്മൾ പറയില്ല ഒരു ആസ് എ പേഴ്സണാലിറ്റി
ഓക്കെ, പേഴ്സണാലിറ്റി തന്നെ അവർ തോന്നുന്നത് അവർ ചില കുറ്റങ്ങളോ കുറവുകളോ അവരുടെ ഉള്ളിൽ അവർ കാണുന്നുണ്ടാവും. അവർക്ക് ശരിക്കും സെൽഫ് ലവ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി നിങ്ങൾ വിചാരിക്കാം നിങ്ങൾക്ക് മാത്രമാണ് അങ്ങനെയൊന്നുമല്ല, എല്ലാവർക്കും അതൊക്കെ ഉണ്ടാവും. ഓക്കെ, പക്ഷേ ചിലവർ കാണിക്കില്ല, ചിലവർ മറയ്ക്കും, അതിനെ മറിച്ച് ഇങ്ങനെ അവർ ഒരു ബോൾഡായിട്ടൊക്കെ കാണിക്കാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്കത് തോന്നില്ല എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇവിടെ ആ പേഴ്സൺ മീൻസ് ഓവറായിട്ട് അവർ സുപ്പീരിയർ ആവാൻ ശ്രമിക്കും. ഓക്കെ, ഓവറായിട്ട് അവർ ബോൾഡ് ആവുക, ഓവറായിട്ട് ഭയങ്കര ഇതൊക്കെ കാണിച്ച് നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഉള്ളിൽ ശരിക്കും ആ ഒരു പേടി ഉണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. അങ്ങനെയുള്ള നേച്ചറുള്ള ആൾക്കാരുണ്ട് കേട്ടോ, ഞാൻ വെറുതെ പറയുന്നല്ല, ഉണ്ട്, അങ്ങനെയുണ്ട്. ഓക്കെ, സോ ഇവിടെ അവർ പറയുന്ന അവരുടെ മാസ്ക് മാറ്റിക്കഴിഞ്ഞാൽ മേ ബി അവർക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റീസ് ഉള്ള വ്യക്തികളായിരിക്കാം. ഓക്കെ, അവരുടെ ഉള്ളിൽ ചില കുറവുകളുണ്ട് എന്നൊരു തോന്നൽ അവർക്കുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നാണ് അവർ പറയുന്നത്. ആൻഡ് അത് മാത്രമല്ല, അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിന് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അവരെല്ലാം പെർഫെക്റ്റ് ആക്കി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ഓക്കെ, പക്ഷേ എവിടെ ഉള്ളിൽ അവർക്ക് ചില ടെൻഷൻസ്, ചില വിഷമങ്ങൾ, ചില ഇൻസെക്യൂരിറ്റീസ് എല്ലാം ഉണ്ട് അവരുടെ ഉള്ളിൽ. അവനവനെ പറ്റി ആക്ച്വലി അവർക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന രീതിക്ക് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അവർ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഐ ഡോണ്ട് തിങ്ക് ഐ ഡിസേർവ് യു. അവർക്ക് ശരിക്കും ആ സെൽഫ് ലവ് ഇല്ല എന്ന് തന്നെ പറയും. സെൽഫ് വർത്ത് ഇല്ല അവർക്ക്. അവർ പറയുന്നത് അവർക്ക് നിങ്ങളെ ഡിസേർവ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അവർക്ക് തോന്നുന്നു അവർ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, ആൻഡ് അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് നല്ലതല്ല എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, യുവർ ഐസ്, യുവർ സ്മൈൽ കാൺ ഗെറ്റ് ദം ഔട്ട് ഓഫ് മൈ ഹെഡ്. നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ ചിരി എല്ലാം അവർക്ക് വളരെയധികം ഇഷ്ടമാണ്. അവരുടെ മനസ്സിൽ എപ്പോഴും അതുണ്ട് എന്നാണ് പറയുന്നത്. ബി അഡാപ്റ്റീവ് ആൻഡ് റിസെപ്റ്റീവ് ടു ലീഡ് അവർ ലവ് ടു ഡിവൈൻ ഗ്രോത്ത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇവിടെ മുന്നോട്ട് റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞു സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനൊരല്പം നിങ്ങൾ ഐ തിങ്ക് ഒരു പരസ്പരം മനസ്സിലാക്കലാണ് മെയിനായിട്ട് വേണ്ടത്. അതിനിപ്പോൾ സംസാരിച്ച് തന്നെ ആവണം, പക്ഷെ അത് പേഴ്സൺ അത് ഓപ്പൺ അപ്പ് ആവാൻ ഇപ്പോൾ തയ്യാറല്ല. ഓക്കെ, സോ ഗിവ് ടൈം. ആക്ച്വലി ഞാൻ അത് തന്നെ പറയാനും വന്നാൽ എൻ്റെ ഇവിടെ അവരും അത് തന്നെയാണ് പറയുന്നത്. ഐ നീഡ് സം ടൈം ടു ഗിവ് മോർ ഇൻ അവർ റിലേഷൻഷിപ്പ്. നമ്മൾ 8 ഓഫ് പെൻറ്റിക്കിൾസ് ഞാൻ പറഞ്ഞു അവരിതിൽ എഫേർട്ട് ഇടാൻ തയ്യാറാണെന്ന്, പക്ഷെ അതിനവർക്ക് കുറച്ചുകൂടി സമയം വേണം എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ അവർ എവിടേക്കോ മേ ബി ഈ ഒരു ബന്ധത്തിനെ അവരൊരു ലിമിറ്റിൽ നിർത്താൻ ശ്രമിക്കുകയാണ്. എൻ്റെ ഒരു മനസ്സിൽ വന്നൊരു കാര്യം അങ്ങനെയാണ്. അവരിതിനെ ഒരു ലിമിറ്റിൽ നിർത്താൻ ശ്രമിക്കുകയാണ്. ഓവർ അറ്റാച്ച്ഡ് ആവാതിരിക്കുക, അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മളിപ്പോൾ ഇൻവോൾവ് ആവണ്ട എന്ന രീതിക്ക് കുറച്ചിങ്ങനെ അതിനൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുന്ന പോലെയാണ്. ഓക്കെ, അത് വേറൊന്നും കൊണ്ടല്ല, അവർക്കത് ആ റിലേഷൻഷിപ്പിനെ എങ്ങനെ കൊണ്ടുപോകണം, മുന്നോട്ട് എന്താവും, സിറ്റുവേഷൻ സാഹചര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഓരോരുത്തരുടെയും അതിനനുസരിച്ചിട്ട്. സോ ഇതിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ ഡിഫറൻസസ് ഉണ്ടാവാം. സോ അതൊക്കെ ആലോചിച്ചിട്ടൊക്കെ അവർക്ക് ശരിക്കും ഇതിനെ അവരൊരു കൺട്രോളിൽ വെച്ച് ഇങ്ങനെ തൽക്കാലം കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, സോ ഗിവ് ഇറ്റ് ടൈം. എനിവേ, നിങ്ങൾ ഇപ്പോൾ തൽക്കാലം നിങ്ങളൊരു നല്ല ലെവലിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ, നല്ല സംസാരം ഇല്ലെങ്കിൽ തന്നെ ഓക്കെ, നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നും അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്യുക. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ കാര്യം നോക്കിയിരിക്കുക. അവർക്കും കുറച്ച് സമയം കൊടുക്കുക. ലെറ്റ് ദം വർക്ക് ഓൺ ദംസെൽസ്. ഓക്കെ, നിങ്ങളുടെ സ്നേഹം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കാണിക്കുക, എന്നുവെച്ചാൽ ഓവറായിട്ട് ചെയ്യാനല്ല. ഓക്കെ, ഒരു ലിമിറ്റ് വെച്ച് നിങ്ങൾ നിൽക്കുക, നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഓക്കെ, അവർക്ക് കുറച്ച് സമയം കൊടുക്കൂ. ലെറ്റ് ദം അണ്ടർസ്റ്റാൻഡ് ആൻഡ് കം. ഓക്കെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. എനിവേ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്കെല്ലാം കാത്തിരുന്ന് കാണാം. എല്ലാം യൂണിവേഴ്സിനെ സമർപ്പിക്കുക. ഓക്കെ, സറണ്ടർ ടു യൂണിവേഴ്സ്. പോകുന്ന പോലെ പോട്ടെ, നിങ്ങൾക്കുള്ള ആണെങ്കിൽ നല്ലതാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. ഓക്കെ, സോ എല്ലാം നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും. നന്ദി, നമസ്കാരം.